മിഷനുമായി മുന്നോട്ട് പോവുകയാണ്. ദൗത്യ സംഘം എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. മാനന്തവാടിയിൽ യുവാവിനെ അജീഷിനെ ചവിട്ടിക്കൊന്ന ബേലൂർ മക്ന എന്ന കാട്ടാനയെ ഉടൻ മയക്കുവെടി വെക്കും. ദൗത്യ സംഘം മോഴയാനയുടെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. 4 കുങ്കിയാനകളും അവിടേക്ക് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. റേഡിയോ കോളറിൽ നിന്ന് ലഭിച്ച സിഗ്നലിന്റെ അടിസ്ഥാനത്താണ് ആനയുടെ സമീപത്തേക്ക് കുങ്കിയാനകളും ഈ ദൗത്യ സംഘവും എത്തിയിട്ടുണ്ട്. വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം അവിടെയുണ്ട്. 5 DFOമാരാണ് ദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. 4 വെറ്റിനറി ഓഫീസർമാരും സംഘത്തിനൊപ്പമുണ്ട്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ് ഉള്ളത് മണ്ണുണ്ടി കോളനിയിലാണ്. ഫെലിക്സ്, ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്, ജനങ്ങൾക്ക് വലിയ ഭീതിയുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ ജീവനും ജീവിതത്തിനും ജീവനോപാധിക്കുമൊക്കെ എപ്പോൾ ഇങ്ങനെ ഒരു നിഴൽ കരിനിഴലായി ഈ തരത്തിൽ കാട്ടാനകൾ വന്യമൃഗങ്ങൾ വരുന്നുവെന്ന വലിയ ആശങ്കയിലാണ് അവരെന്താണ് ഈ ഘട്ടത്തിൽ പറയുന്നത് ഫെലിക്സ്? ആര്യ, ഈ പ്രദേശത്തെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും ഒരാഴ്ചക്കിടെ മാത്രമാണ് വയനാട്ടിലേക്ക്, പ്രത്യേകിച്ചും മാനന്തവാടിയിലേക്ക് 2 ആനകൾ വരുന്നു. അതിലൊരാന ഏറെ അക്രമാസക്തമാണ്. ആ അക്രമാസക്തമായ ആനയുടെ ചവിട്ടേറ്റ് ഒരാൾക്ക് ജീവൻ പോലും നഷ്ടമാവുന്നു. അപ്പോൾ ഏതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം ആനയെ മയക്ക് വെടിവെച്ച് പിടികൂടണം എന്നതാണ് ജനങ്ങളുടെ ആവശ്യം. ഇന്നലെ രാവിലെ എത്തിയ ആനയാണ്. ഇന്നലെ ഏതാണ്ട് തൊട്ട് മുൻപത്തെ ദിവസം അർദ്ധരാത്രിയോടുകൂടി കേരള അതിർത്തിയിലേക്ക് എത്തിയ ആനയാണ്. അപ്പോൾ ഇത്രയധികം നേരമായും ആനയെ പിടികൂടാൻ വൈകുന്നത് ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴേതായാലും ആ മിഷനിലേക്ക് വനം വകുപ്പ് കടക്കുകയാണ്. പൂർണ്ണമായും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരും എല്ലാ മയക്കുവെടി വെക്കാനുള്ള ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ആശ്വാസം. വീട്ടുമുറ്റത്തെത്തി ആളുടെ ജീവൻ എടുത്തു എന്ന് പറയുമ്പോൾ അതിന്റെ ആശങ്ക വളരെ ചെറുതല്ല. അത്രയധികം ആളുകൾക്ക് ആശങ്കയുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ മയക്കുവെടി വെക്കുന്ന സംഘം, ഡോക്ടറെയാണ് നമ്മൾ കാണുന്നത്. മയക്കുവെടി വെക്കുന്ന സംഘം അതായത് ഇപ്പോൾ വനത്തിനുള്ളിലേക്ക് പോവുകയാണ്. വനത്തിനുള്ളിലേക്ക് ഇതാണ് മയക്കുവെടി സംഘം. ഡോക്ടർ നമുക്ക് കാണാൻ സാധിക്കും. ഡോക്ടർ അടക്കം സംഘം ഇപ്പോൾ വനത്തിനുള്ളിലേക്ക് പോവുകയാണ്. ഇതിന് തൊട്ട്, അതായത് ഇതിപ്പോൾ റോഡാണ്. റോഡിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ 500 മീറ്ററിനും ഇടയിലാണ് ഈ ആനയുള്ളത്. അപ്പൊ ആനയെ മയക്കുവെടി വെക്കാനുള്ള സംഘമാണ്, ഡോക്ടർ അടങ്ങിയ സംഘം വനത്തിനുള്ളിലേക്ക് പോകുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഏത് നിമിഷവും ഈ മിഷൻ ആരംഭിക്കും അല്ലേ ഫെലിക്സ്? തീർച്ചയായും ഇപ്പോൾ ഡോക്ടർ അടക്കം, അത് വെറ്ററി സർജൻ അടക്കമുള്ള സംഘമാണ് വനത്തിനുള്ളിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ ഈ ആനയും ഈ ദൗത്യ സംഘവും തമ്മിൽ 1 കിലോമീറ്റർ താഴെയാണ് ദൂരമുള്ളത്. അങ്ങനെയാണ് മിഷൻ വളരെ പെട്ടെന്ന് ആരംഭിക്കും അല്ലേ? തീർച്ചയായും 500 മീറ്ററിലും 1 കിലോമീറ്ററിനും ഇടയിലാണ് ഈ ദൗത്യ സംഘവും ആനയും ഇപ്പോഴുള്ളത്. അപ്പോൾ ആ ദൗത്യ സംഘം അവിടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അവരുടെ കയ്യിൽ നമുക്ക് നോക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മയക്കുവെടി വെക്കാനുള്ള എല്ലാ സംവിധാനവുമായി ഈ സംഘം, വെറ്റിനറി ഡോക്ടർ അടങ്ങുന്ന സംഘം വനത്തിനുള്ളിലേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ എത്രയും വേഗം, ഇത് 1 മണിക്കൂറിനുള്ളിൽ, പ്രത്യേകിച്ച് 1/2 മണിക്കൂറിനുള്ളിൽ ഒരുപക്ഷെ ദൗത്യം തുടങ്ങും എന്നതിന്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത്. അതായത് വെറ്റിനറി സർജൻ അടങ്ങിയ മയക്കുവെടി വെക്കാനുള്ള സംഘം, ഡോക്ടർമാരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ വനത്തിനുള്ളിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ എത്രയും വേഗം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ദൗത്യം തുടങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അങ്ങനെ എത്രയും വേഗം മയക്കുവെടി വെച്ച് ആനയെ പിടികൂടാനുള്ള ദൗത്യത്തിലേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നു. അതായത് നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. കുങ്കി ആനകളടക്കം 500 മീറ്റർ ദൂരമാണ് ഈ മോഴയാനയും ഈ ദൗത്യ സംഘവും തമ്മിലുള്ളത്. വളരെ അടുത്താണ്. അങ്ങനെയാണെങ്കിൽ ഫെലിക്സ്, ഇപ്പൊ ഈ കുങ്കി ആനകൾ എവിടെയാണുള്ളത്? ആ സ്പോട്ടിൽ തന്നെ ഉണ്ടോ? തീർച്ചയായും ഈ വനം വകുപ്പ് ഇപ്പോൾ ഈ വെറ്ററി ഡോക്ടർമാർ അടങ്ങിയ സംഘം ഉള്ളിലേക്ക് പ്രവേശിച്ചതിന് തൊട്ട് മുൻപായാണ് ഈ കുങ്കി ആനകൾ ഈ ഉള്ളിലേക്ക് കടന്നത്. അപ്പോൾ ആ പരിസരത്ത്, അതായത് ആന നിൽക്കുന്ന പരിസരത്തായി കുങ്കി ആനകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആ പരിസരത്തേക്കാണ് ഇപ്പോൾ വെറ്റിനറി സർജൻ അടങ്ങിയ മയക്കുവെടി ഉള്ള ഡോക്ടർമാർ അടങ്ങിയ സംഘം ഇപ്പോൾ ഇതിനുള്ളിലേക്ക് പോയിരിക്കുന്നത്. DFO അടങ്ങിയ സംഘമൊക്കെ തന്നെ ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ മുഴുവൻ ആളുകളും, ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വനത്തിനുള്ളിൽ തന്നെയുണ്ട്. വനത്തിനുള്ളിൽ ഇപ്പോൾ ഈ മിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക്, അതായത് ഈ റോഡിൽ നിന്നും, ഇതിപ്പോ നമ്മൾ കാണുന്നത് മാനന്തവാടിയിൽ നിന്നും മൈസൂരേക്ക് പോകുന്ന വാവലി കൂടി പോകുന്ന റോഡാണ്. ഈ റോഡിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം ഉള്ളിലായി, വനത്തിനുള്ളിലാണ്
ആനയുള്ളത്. ആ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യ സംഘം കാട്ടിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ റോഡിൽ മറ്റു ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. കുങ്കിയാനകൾ അടങ്ങുന്ന സംഘം നേരത്തെ തന്നെ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മയക്കുവെടി വെക്കുന്ന സംഘം പോയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അങ്ങനെയെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ മയക്കുവെടി വെക്കും. നേരത്തെ തന്നെ വാഹന ഗതാഗതം, അതായത് ഈ വഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരുന്നു. ഇപ്പോൾ അല്പം വാഹനങ്ങൾ മാത്രം ഇടവേളയിൽ മാത്രം ആ വാഹനങ്ങൾ കയറ്റിവിടുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ മിഷൻ സംഘം ഉള്ളിലേക്ക് പ്രവേശിച്ച സ്ഥിതിക്ക് ഇനി അധികം വാഹനങ്ങൾ കടത്തിവിടാൻ സാധ്യതയില്ല. പൂർണ്ണമായും വാഹനങ്ങളെ വിലക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും മിഷൻ ആരംഭിക്കാൻ പോകുന്നു. മയക്കുവെടി സംഘം, അതായത് വെറ്റിനറി സർജന്മാർ അടങ്ങിയ സംഘം ഇപ്പോൾ തന്നെ ഈ റോഡിൽ നിന്നും, അതായത് മെയിൻ ഹൈവേയിൽ നിന്നും വനത്തിനുള്ളിൽ, ഏതാണ്ട് ആന നിൽക്കുന്ന 1 കിലോമീറ്ററിനുള്ളിലാണ് ആന നിൽക്കുന്നത്. ആന നിൽക്കുന്ന ഇടത്തേക്ക് വെറ്റിനറി സർജൻ അടങ്ങുന്ന പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അങ്ങനെയെങ്കിൽ എത്രയും വേഗം തന്നെ മിഷൻ ആരംഭിക്കും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ മിഷൻ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ മിഷൻ ആരംഭിച്ച് എത്രയും വേഗം പൂർത്തീകരിക്കാനുള്ള ശ്രമം, പ്രത്യേകിച്ച് വൈകുന്നേരം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ മിഷൻ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ മിഷൻ ആരംഭിച്ച് എത്രയും വേഗം പൂർത്തീകരിക്കാനുള്ള ശ്രമം, മിഷൻ വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. കാരണം അത്രയും അടുത്താണുള്ളത്. ഇനി അറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ മിഷനുമായി വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഫെലിക്സ്, അത് കഴിഞ്ഞിട്ട് എന്താ, എങ്ങോട്ടേക്കായിരിക്കും? മുത്തങ്ങയിലേക്കായിരിക്കുമോ കൊണ്ടുപോവുക മോഴയാനെ? മുത്തങ്ങയിലേക്ക് തന്നെ കൊണ്ടുപോകാനാണ് സാധ്യത. നേരത്തെ തന്നെ ഈ എലിഫന്റ് ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചിരുന്നു. സ്വാഭാവികമായി മുത്തങ്ങയിലേക്ക് തന്നെ ഈ ആനയെ മാറ്റാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മിഷനിലേക്ക് കാര്യങ്ങൾ കടന്നു. ബാക്കി, അതായത് ഈ ആനയെ എലിഫന്റ് ആംബുലൻസ് അടക്കം സജ്ജീകരിച്ചുകൊണ്ട് എലിഫന്റ് ആംബുലൻസിലേക്ക് ആനയെ കയറ്റാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മയക്കുവെടി വെക്കാനുള്ള സംഘം പുറപ്പെട്ട സ്ഥിതിക്ക് മറ്റ് സൗകര്യങ്ങൾ, അതായത് ആനയെ മയക്കുവെടി വെച്ച് കുങ്കിയാനകൾ ഈ ആംബുലൻസിനുള്ളിലേക്ക് കയറ്റാൻ അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മുത്തങ്ങയിലേക്ക് തന്നെ ആനയെ മാറ്റാനുള്ള സാധ്യത മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മിഷൻ വളരെ പെട്ടെന്ന് തന്നെ മയക്കുവെടി വെക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാക്കും. ഡോക്ടർമാർ വെറ്റിനറി ഡോക്ടർമാർ കാട്ടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും 500 മീറ്റർ ദൂരമാണ് ഈ മോഴയാനയും ഇപ്പോൾ ഈ ദൗത്യ സംഘവും തമ്മിലുള്ളത്. ഏത് നിമിഷവും ഒരുപക്ഷെ മയക്കുവെടി വെച്ചേക്കാം എന്ന നിലയിലാണ് സാഹചര്യങ്ങളുള്ളത്. കുങ്കിയാനകൾ, 4 കുങ്കിയാനകൾ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. മയക്കുവെടി ഉടൻ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും.